യൂറോപ്യൻ വേദികളെ ഇളക്കിമറിച്ചുകൊണ്ട് മലയാളത്തിന്റെ മെഗാസ്റ്റാർ മോഹൻലാലിന്റെ സ്റ്റേജ് ഷോ പ്രകടനം സോഷ്യൽ മീഡിയയിൽ തരംഗമാവുന്നു. മോഹൻലാൽ ലൈവ് ബിയോണ്ട് ദി സ്ക്രീൻ എന്ന് പേരിട്ടിരിക്കുന്ന മെഗാ ഷോയുടെ ഭാഗമായി ജർമ്മനിയിൽ നടന്ന പരിപാടിയുടെ ദൃശ്യങ്ങളാണ് ഇപ്പോൾ ഇന്റർനെറ്റിൽ വൈറലായിരിക്കുന്നത്. പ്രായത്തെ വെല്ലുന്ന അസാധ്യ മേവഴക്കത്തോടെയും നിറഞ്ഞ ഊർജത്തോടെയും വേദിയിൽ ചുവടുവയ്ക്കുന്ന മോഹൻലാലിനെ കണ്ട് ഈ പ്രായത്തിലും ലാലേട്ടന്റെ ഈ എനർജി സമ്മതിക്കണമെന്നാണ് പ്രേക്ഷകർ ഒന്നടങ്കം പറയുന്നത്. എന്നും സ്റ്റേജ് ഷോകളിൽ ഒരു മികച്ച ഷോമാനായി തിളങ്ങാറുള്ള താരം ഇത്തവണയും വിദേശ മലയാളി പ്രേക്ഷകർക്ക് മറക്കാനാവാത്ത ഒരു ദൃശ്യവിരുന്നാണ് സമ്മാനിച്ചത്. വീഡിയോകളും ഫോട്ടോകളും വൈറലായതിന് പിന്നാലെ മോഹൻലാലിനെതിരെ അധിക്ഷേപ കമന്റുകളും ബോഡി ഷെയ്മിങ്ങുമായും സ്ഥിരമായി എത്താറുള്ള ചിലർ രംഗത്തെത്തി. ഇത്തരക്കാർക്ക് നല്ലൊരു മറുപടിയുമായി രംഗത്ത് വന്നിരിക്കുന്നത് നടി സരിത ബാലകൃഷ്ണനാണ്. ഒരു കുറിപ്പ് പങ്കുവച്ചാണ് സരിതയുടെ പ്രതികരണം. ലാലേട്ടന്റെ നടുവേദനയും കസേരയിലിരുന്ന് കമന്റടിക്കുന്ന അത്ലറ്റുകളും. ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ ഒരു പുതിയ ട്രെൻഡുണ്ട്. ജർമ്മനിയിലെ സ്റ്റേജിൽ ലാലേട്ടൻ ആടിത്തിമർക്കുമ്പോൾ ഇവിടുത്തെ AC റൂമിൽ കിടന്ന് മൊബൈലിൽ കുത്തിക്കൊണ്ടിരിക്കുന്ന ഫേസ്ബുക്ക് വിദഗ്ധന്മാർക്ക് വലിയ വിഷമം. ഇതൊക്കെ എന്തിനാ ഈ പ്രായത്തിൽ എന്ന് ചോദിക്കുന്നവരോടാണ്. സാർ, താങ്കളുടെ ഈ പ്രായത്തിൽ താങ്കൾ എന്ത് ചെയ്യുന്നുണ്ട്? ഒരു 10 മിനിറ്റ് എഴുന്നേറ്റ് നിന്ന് ലാലേട്ടൻ കാണിക്കുന്ന ആ ഒരു ചെറിയ ചുവട് വയ്ക്കാൻ പറഞ്ഞാൽ നിങ്ങളുടെ നടുവ് ഒടിഞ്ഞു തൂങ്ങും. അതുകൊണ്ട് സ്വന്തം കസേരയുടെ ബലത്തിൽ ഇരുന്നു കൊണ്ട് മറ്റുള്ളവരുടെ ആരോഗ്യം അളക്കാൻ നിൽക്കണ്ട. സോഷ്യൽ മീഡിയയിലെ ഈ ഹേറ്റേഴ്സ് സ്പെഷ്യൽ ഗ്രൂപ്പിന്റെ ഒരു അവസ്ഥ നോക്കണേ. ഇവർക്ക് ലാലേട്ടൻ നടന്നാൽ കുറ്റം, ചിരിച്ചാൽ കുറ്റം, താടി വെച്ചാൽ കുറ്റം, വടിച്ചാൽ കുറ്റം, ഇനി സ്റ്റേജിൽ കയറി ആടിത്തിമർത്താൽ അതും കുറ്റം. ഇവർക്ക് ലാലേട്ടൻ വെറുതെ ഒരു കസേരയിൽ ഇരുന്നാൽ മതി, അപ്പോഴും പറയും അദ്ദേഹത്തിന് ഇനി വയസ്സായി, പവർ പോയി എന്ന്. ഏട്ടൻ ആടിയാൽ പറയും ഇതൊക്കെ എന്തിനാ എന്ന്. ഇവർക്ക് ലാലേട്ടനെ ട്രോളണം, അതവരുടെ ജീവിതത്തിന്റെ ആവശ്യമാണ്. ലാലേട്ടൻ ഒരു സിനിമയിൽ അഭിനയിച്ചാൽ ഓവർ ആക്ടിങ് എന്ന് പറയും, അഭിനയിച്ചില്ലെങ്കിൽ പഴയ പവർ പോയി എന്ന് പറയും. ലാലേട്ടൻ ജിമ്മിൽ പോയാൽ കാണിക്കാൻ വേണ്ടി എന്ന് പറയും, സ്റ്റേജിൽ വന്നാൽ പൈസയ്ക്ക് വേണ്ടി എന്ന് പറയും. ചുരുക്കത്തിൽ ചുമ്മാ ഇരുന്നാലും കുറ്റം, ഓടിയാലും കുറ്റം. ഇവന്മാരുടെയൊക്കെ ഒരു ലോജിക്കുണ്ടല്ലോ, അത് സമ്മതിക്കണം. വെറും ഒരു സ്ക്രീനിന്റെ അപ്പുറത്തിരുന്ന് സ്വന്തം ജീവിതത്തിൽ ഒരു പണിയുമില്ലാത്തവനാണ്. അരനൂറ്റാണ്ടായി കോടിക്കണക്കിന് ആളുകളുടെ ഹൃദയത്തിൽ വാഴുന്ന ഒരു മനുഷ്യനെ വിലയിരുത്താൻ വരുന്നത്. ലാലേട്ടൻ സ്റ്റേജിൽ ആടിയത് നിങ്ങൾക്കുള്ള മറുപടിയാണ്. ആ എനർജി കണ്ടിട്ട് നിങ്ങൾക്ക് അസൂയ തോന്നുന്നത് സ്വാഭാവികം. കാരണം ആ പ്രായത്തിലും അദ്ദേഹം ആ തീ സൂക്ഷിക്കുന്നത് കണ്ടാൽ ആരായാലും ഒന്ന് പുകഞ്ഞു പോകും. ട്രോളി പണിഞ്ഞ് ലൈക്ക് വാങ്ങുന്നവർ ഓർക്കുക, നാളെ നിങ്ങൾക്കും ഒരു പ്രായം വരും. അന്ന് നിങ്ങൾ എവിടെയായിരിക്കും? ഒരുപക്ഷെ ആരെങ്കിലും തള്ളിക്കയറ്റുന്ന ഒരു വീഡിയോയിൽ കമന്റ് ഇട്ടുകൊണ്ടിരിക്കും. ലാലേട്ടൻ അപ്പോഴും സ്റ്റേജിലുണ്ടാകും, നിങ്ങൾ അപ്പോഴും കമന്റ് ബോക്സിലുണ്ടാകും. അത്യാവശ്യം വിവരമുള്ളവർക്ക് മനസ്സിലാകും, അല്ലാത്തവർക്ക് എത്ര പറഞ്ഞാലും മനസ്സിലാകില്ല. ലാലേട്ടൻ, ദ നെയിം, ദ ബ്രാൻഡ്, ദ എനർജി. ഇതാണ് സരിത ബാലകൃഷ്ണന്റെ കുറിപ്പ്.